ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ടോ? ക്രിയേറ്റിംഗ് എ ഗ്രീനർ ഫ്യൂച്ചർ ടുഗദർ. STC ആണത് അഡ്വർട്ടൈസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിൽ എൻവയോൺമെൻ്റ് ഉണ്ട്, മിനിസ്ട്രിയുടെ ഇതൊക്കെ ഉണ്ട്. തീർച്ചയായും നമുക്ക് കാണാം ബഹ്റിൻ്റെ മാപ്പിൽ എല്ലായിടത്തും ആ ഗ്രീനറി എന്നുള്ള രീതിയിൽ. കാരണം ഇനിഷ്യേറ്റീവ് വളരെ വളരെ മികച്ച ഇനിഷ്യേറ്റീവാണ് ഇവിടെ. എന്താണ് നമ്മുടെ ഒരു വനവൽക്കരണം നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ് ഉണ്ടാകുന്ന പോലെ തന്നെ ഇവിടെ ആ ഒരു ഹരിതവിപ്ലവം അല്ലേ നമുക്ക് കാണാൻ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു കുറച്ച് ചെടികൾ കാണുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വാട്ടറിങ് ചെയ്ത് ഇവിടെ, കാരണം ഞാനിവിടെ 2008 മുതൽ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു വർഷം വേറെ പറമ്പയ്ക്ക് പോയിരുന്നു. പക്ഷേ 2008 മുതൽ എന്ന് പറയുമ്പോൾ 2008 മുതൽ റിഫൈൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് റിഫൈലോ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഒന്നും ഇല്ല, ഇതൊക്കെ ഒരു 3-4 വർഷമായിട്ടുള്ളത് വെച്ചിട്ട്. ഇതിനപ്പുറത്തൊരു ഇത് ഈ പാർക്കിൻ്റെ ഇത്രയും വലിയ പാർക്കിൻ്റെ സൈസുള്ള ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ചെടികൾ നട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ചെടികൾ തന്നെയുള്ളൊരു ഇതുണ്ട്. ആ ഫുൾ ഏരിയയിൽ ഉണ്ട്. ഇത് എത്ര ചെടികളാണ്, എന്ത് മനോഹരമായിട്ടുണ്ടല്ലേ ഇത് ചെയ്യണം. കാണുമ്പോൾ നമ്മൾ നിസ്സാരം, പക്ഷേ എത്രയോ ഇതാണ് അതിൻ്റെ ഓരോ ഇതിൻ്റെ കൂടുതൽ ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ കൊടുത്തിട്ടാണ് അതിനെ പരിപാലിക്കുന്നത്. അത്രയും കാരണം കുട്ടികളെ പരിപാലിക്കുന്ന പോലെ പരിപാലിച്ച് പിന്നെ ഒരു പരിധി കാരണം ചിലപ്പോൾ ഈ ചെടികൾക്കൊന്നും ചിലപ്പം നമ്മൾ ജലം കൊടുക്കേണ്ട ഒരാവശ്യം വരത്തില്ല. പക്ഷെങ്കിൽ പോലും ആ ഒരു ഇനിഷ്യേറ്റീവ് വളരെ മികച്ചതാണ്. അതുപോലെ പല റോഡിൻ്റെ സെൻറ്ററിലെ ഡിവൈഡറിൻ്റെ അകത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ചെടികൾ. ആ ചെടികളൊക്കെ വളരെ മനോഹരമായിട്ടാണ് ആലോചിച്ചേക്കുന്നത്. ചില ചെടികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് വളരും. പിന്നെ ഒരു ചെടിയുണ്ട്, അതിൻ്റെ പേരെനിക്കറിയില്ല, അത് പെട്ടെന്ന് വളരും ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന്. അത് മിക്കവാറും നമ്മുടെ നാട്ടിലൊരു കാറ്റാടിച്ചെടിയുടെ ഒക്കെ ഒരു സ്ട്രക്ചർ, ഒരു അക്യഷ ടൈപ്പാണെന്ന് തോന്നുന്നു. ഒരു സ്മെല്ലുള്ള ടൈപ്പല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു പെട്ടെന്ന് വളരുന്നത്. അപ്പോൾ അതാണ് കൂടുതൽ വലിയ മരങ്ങളായിട്ട് നമുക്ക് മനോഹരമാണ്. അപ്പോൾ തന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ നമുക്കൊരു ഹരിതാപമായ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് തന്നെ മനസ്സിന് കുളിർമ തരുന്നതാണ് അല്ലേ, തീർച്ചയായിട്ടും. അപ്പോൾ അത് കിട്ടുന്ന എന്താണ്, കുളിർമ മാത്രമല്ല, നല്ല ശുദ്ധവായു അല്ലേ, അതൊക്കെ കിട്ടും. പിന്നെ ചെടികൾക്കുള്ള കിളികൾക്കുള്ളൊരു ഹാബിറ്റാറ്റായിട്ട് മാറുകയും ചെയ്യും. ഇവിടെ കിളിക്കൂടുകളൊക്കെ ഉണ്ട്. ഒരു കിളിക്കൂട് കാണാമെന്ന് തോന്നുന്നു. ഞാൻ ശ്രമിക്കട്ടെ, കിളിക്കൂടാണെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ വന്നിട്ട്. യെസ് ഉണ്ട്, കിളിക്കൂട് കാണുന്നുണ്ടോ? ഇത് കിളിയുടെ കൂടാണ്. ഇതുപോലെ ഉണ്ട്. രാവിലെ കുറച്ചുകൂടെ നേരത്തെ ആണെങ്കിൽ ആ ഒരു സുപ്രഭാതം വിടരുന്ന സമയത്താണെങ്കിൽ കുറച്ചുകൂടെ കിളികളുടെ കളകൂജനങ്ങൾ കേൾക്കുവാൻ സാധിക്കും. ഇപ്പം അത്രയില്ല എങ്കിലും ഉണ്ട്. അപ്പം അതാണ് അപ്പോൾ പ്രകൃതിക്ക് എന്തൊക്കെയാണ് നൽകുന്നതല്ലേ. ഓക്കെ, ബൈ, സീ യു.